റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായി വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുക. അതുമാത്രമല്ല, അതിൽ ആരൊക്കെ പങ്കെടുക്കും, ആരൊക്കെ ഷഹീദാവും, എത്രത്തോളം ഗനീമത്ത് ലഭിക്കും എന്നുവരെ പറയാം. അതിലപ്പുറം ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകളിലൊന്നായിട്ട് പണ്ഡിതരൊക്കെ പരിചയപ്പെടുത്തുന്ന ഗസ്വത്ത് ഖുബ്രുസ് അല്ലെങ്കിൽ ഖുബ്രുസ് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ കടൽ കടന്നുള്ള യുദ്ധത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഇസ്ലാമിലെ ആദ്യത്തെ നാവിക സേന ആക്രമണം എന്നൊക്കെ പറയാം. നമുക്കറിയാവുന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തോ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തോ നമുക്കൊരു നാവികസേനയോ അല്ലെങ്കിൽ കപ്പലോ ഒന്നും ഇസ്ലാമിനുണ്ടായിരുന്നില്ല. ഏതുവരെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു നാവികസേന തന്നെ രൂപീകരിക്കുന്നത്. അതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തോ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തൊന്നും ഈ പറഞ്ഞ പോലെ കടലിൻ്റെ അടുത്തേക്ക് അവരെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് ഷാമും സിറിയയും അതേപോലെ ഈജിപ്തും നമുക്കറിയാം ഫുൾ കടലാണ്, ഓരോ ഭാഗത്തും അലക്സാണ്ട്രിയ കാര്യം, അപ്പോൾ അതൊക്കെ കീഴടക്കുന്നത്. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കടൽ തീരങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ഇതിലായതോടുകൂടി പലപ്പോഴും റോമിൻ്റെ ആക്രമണവും കാര്യങ്ങളൊക്കെ അവർ കപ്പലിൽ വന്ന് പലപ്പോഴും ആക്രമിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്താണ് അന്ന് ഷാമിൻ്റെ ഖലീഫയായിരുന്ന മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് എന്ത് തോന്നി, നമുക്കും വേണം എന്ത് ഒരു കപ്പൽ പട, ഒരു കപ്പലും കാര്യങ്ങളും, കാരണം അവരുടെ ആക്രമണം തടുക്കാൻ നമുക്കും വേണം ഒരു സംഭവം. അപ്പോൾ ആദ്യമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് കത്ത്, നമുക്കിങ്ങനെ കുറച്ച് കപ്പലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു നാവികസേന ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഒരു കടൽ കടന്ന് നമ്മൾ ഇതിലെ വരുന്ന ആക്രമണമൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് കടൽ കടന്നിട്ടുള്ള യുദ്ധങ്ങളിലൊന്നും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം സഹാബത്തിന് എല്ലാവരും കൂടി ഒരു കപ്പലിൽ കയറ്റിയിട്ട് നടുക്കടലിലേക്ക് വിടുക എന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാപരമായിട്ടുള്ള നീക്കമായതുകൊണ്ട് തന്നെ അവരത് വേണ്ട എന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് ഒരു മുസ്ലിം സൈന്യം എന്ത് ചെയ്യുന്നത്, കപ്പലുണ്ടാക്കുന്നതും ഒരു നാവികസേന ഒരു കപ്പൽ സൈന്യം ഉണ്ടാക്കുന്നതും ആദ്യമായിട്ട് കടൽ കടന്ന് ഒരു നാട് ആക്രമിക്കുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു യുദ്ധത്തിൻ്റെ തുടക്കം ഇവിടെ ഒന്നുമല്ല. അതായത് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, റസൂലുള്ളാഹിക്ക് ഖുബാ പള്ളി ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഖുബാ പള്ളിയിൽ പോകും, അവിടെ പോയി നിസ്കരിക്കും, 2 റക്അത്ത് തിരിച്ചു പോരും, അങ്ങനെയായിരുന്നു. അതിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം റസൂലുള്ളാഹി ഖുബാ പള്ളിയിൽ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ ഖുബാ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഉമ്മു ഹറാം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ, അതായത് നമ്മുടെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ അമ്മായിയായിരുന്നു, അവരുടെ വീടുണ്ടായിരുന്നു. അവർ സത്യത്തിൽ എൻ്റെ അയൽവാസിയായിരുന്നു. ഞങ്ങൾ മദീനയിൽ താമസിച്ചിരുന്ന ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ടായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നു. അതായത് അന്ന് ഉണ്ടായിരുന്നത്, ഇപ്പമല്ല, എൻ്റെ വീടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖുബാ പള്ളിയിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴൊക്കെ പലപ്പോഴും ക്ഷീണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ വീട്ടിലാണ് വിശ്രമിക്കുക. അവരുടെ വീട്ടിൽ കയറും, അവിടെ വിശ്രമിക്കും, പിന്നെ അവിടെ യാത്ര ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കൽ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബാ പള്ളിയിലേക്കോ മറ്റോ പോകുന്ന വഴിയിൽ അവരുടെ വീട്ടിലെത്തുകയും അവിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കയറുകയും, പക്ഷേ വിശ്രമിച്ച സമയത്ത് എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോയപ്പോൾ എന്ത് ചെയ്യും, ഉമ്മു ഹറാം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ പറയണം. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ ഉറങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അതായത് അപ്പോൾ റസൂലുള്ളാഹി മുഖം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പുഞ്ചിരിക്കുന്നതായിട്ടാണ് ഉണർന്നത്. അപ്പോൾ ഇങ്ങനത്തെ സന്തോഷം കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഉമ്മു ഹറാം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മഹ്തഹക്കുക റസൂലുള്ളാഹി, എന്തേ റസൂലുള്ളാഹി എന്താ ഇത്ര സന്തോഷം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു കൗം എന്ത് ചെയ്യാണ്, കടൽ കടന്ന് യുദ്ധം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായിട്ട് കടൽ കടന്നവർക്ക് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് സ്വർഗ്ഗം ഉറപ്പ് നൽകിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കടൽ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ, സ്വപ്നത്തിലായിട്ടും വഹയായിട്ടും ഒക്കെ റസൂലുള്ളാഹിക്ക് കടൽ എന്താണെന്ന് അറിയാമായിരുന്നു, കടൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ കിട്ടിയ അവസരം മുതലാക്കിയിട്ട് പറഞ്ഞു, അനഫീം യാ റസൂലല്ലാഹ്, ഞാൻ അതിലുണ്ടാവുമോ, അല്ലെങ്കിൽ എന്നെ അതിലൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻതി, അതായത് നിങ്ങളതിലുണ്ട്, അതായത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ദ്വാരക്കങ്ങൾ അതിലുണ്ടായിക്കൂടെ, അങ്ങനൊന്നുമല്ല, അൻതി നിങ്ങളതിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒന്ന് ഉറങ്ങിയതാണ്. പിന്നെയും കുറച്ച് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് പിന്നെയും ഭയങ്കര സന്തോഷം. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, ഉമ്മു ഹറാം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, എന്തേ റസൂലുള്ളാഹി പിന്നെയും ഭയങ്കര സന്തോഷം? അപ്പോൾ പറഞ്ഞു, പിന്നെയും അതേപോലത്തെ, അതായത് എൻ്റെ ഒരു ഉമ്മത്തിൽ നിന്നുള്ള കൗമ എന്ത് ചെയ്യാണ്, വീണ്ടും കടൽ കടന്ന് യുദ്ധം ചെയ്യുന്ന ആ ഒരു. അപ്പോൾ ഉമ്മു മൽഹാൻ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അനഫീം യാ റസൂലല്ലാഹ്, ഞാനും അതിലുണ്ടോ? പറഞ്ഞില്ല, അതിൽ നിങ്ങളില്ല, അതായത് ആദ്യത്തേലാണ് നിങ്ങളുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിലുള്ള സമയത്ത് തൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു കൗമന്തി, ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കടൽ കടക്കുകയും യുദ്ധം ചെയ്യുകയും അവർക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും, ഈ ഉമ്മു ഹറാം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ അവർ സ്ത്രീയാണ്, അവർക്ക് യുദ്ധം നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇസ്ലാമിൽ യുദ്ധം നിർബന്ധമില്ല, എങ്കിലും അവരതിലുണ്ടാവുകയും അത് മാത്രമല്ല ഇവർ ആദ്യത്തേലുണ്ടാവും രണ്ടാമത്തേലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആദ്യത്തേൽ അവർ ഷഹീദാവും എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയും, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ വന്നു. അങ്ങനെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ പ്രത്യേക സമ്മതത്തോടു കൂടി എന്ത് ചെയ്യുന്നത്, ഒരു നാവികസേന, അതും ഏത് റോമുകാർ ഉപേക്ഷിച്ച് പോയ പഴയ കപ്പലുകളൊക്കെ മോഡിഫിക്കേഷൻ ഒന്ന് നന്നാക്കിയെടുക്കുകയും ചെറിയ കുറച്ച് കപ്പലുകളൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു സൈന്യമായിരുന്നു ആദ്യമായി കടൽ കടക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം തോന്നിയ സംഭവം ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ആ ഒരു വീഡിയോ
വീഡിയോ കണ്ടതോടുകൂടി. അതിന് മുമ്പ് വരെ നമുക്ക് മുആവിയ റളിയല്ലാഹു വെറുക്കാൻ പാടില്ല, സഹാബിയാണെന്ന് നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരു കാരണം ഉണ്ടായിരുന്നില്ല മുആവിയ റളിയല്ലാഹു ഇഷ്ടപ്പെടാൻ. നമുക്ക് ഉള്ളിലൊരു മുഷിപ്പുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആ വീഡിയോ ചെയ്തതോടുകൂടി അവരെ സ്നേഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ട് നമ്മൾ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരാളെങ്കിലും എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിനെ വെറുക്കുന്നതിൽ മാറ്റാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു നമുക്കറിയാവുന്നതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഷാമിൻ്റെ മുകളിൽ അവരുടെ ഏൽപ്പിക്കുന്നത്, ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ ഷാമിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ സിറിയയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് ഈ സൈപ്രസ് ഉള്ളത്. ഇതിൽ ഖുബ്രുസ് എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് രാജ്യമുള്ളത്. പലപ്പോഴും നല്ല കാലാവസ്ഥയിലാണെങ്കിൽ ഇപ്പോഴും കാണാമെന്നുള്ളതാണ്. പലപ്പോഴും സിറിയക്കാരൊക്കെ ഫോട്ടോ എടുത്ത് വിടാറുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ മല പലപ്പോഴും സിറിയയിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അത്രയും ദൂരത്തിലാണ്. പലപ്പോഴും ഈ ഒരു ദ്വീപ് റോമാക്കാരുടെ പ്രധാന കേന്ദ്രമായിരുന്നു. അതായത് റോമാക്കാരെന്ത് ചെയ്യും, അവിടുന്ന് കപ്പലുമായിട്ട് വന്നിട്ട് ഈ ദ്വീപിൽ വരും. എന്നിട്ട് അവിടുന്ന് പൂർണ്ണമായിട്ട് സജ്ജനരായിട്ടാണ് ഈ സിറിയയും ഈജിപ്തും ഇസ്ലാമിക സ്ഥലങ്ങളൊക്കെ ആക്രമിക്കുക. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പലപ്പോഴും കാണുമ്പോൾ അവരുടെ ആ ഒരു ആക്രമണത്തിന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സൈപ്രസ് എന്ന് പറയുന്ന ഖുബ്രുസ് എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് എന്ത് ചെയ്യണം, കീഴടക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ കുറച്ചുകൂടി ശക്തിയൊക്കെ ക്ഷയിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ വേണ്ടാന്നുള്ളത് കട്ടായം പറഞ്ഞു. അതായത് വേണ്ട, അങ്ങനെ സൈന്യത്തിൽ പറഞ്ഞേക്കണ്ട, കാട്ടിൽ കടന്നിട്ടുള്ള പരിപാടി വേണ്ട. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത്, ഉസ്മാൻ റളിയല്ലാഹു ഖലീഫ ആയ സമയത്ത് എന്ത് ചെയ്തു, മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും കത്ത് ചെയ്ത് ഞാൻ അങ്ങനെ കപ്പലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സൈന്യത്താക്കിയിട്ട് ഖുബ്രുസ് കീഴടക്കട്ടെ എന്ന്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. പക്ഷേ രണ്ട് ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഒന്ന്, ഒരാളെയും എന്ത് ചെയ്യും, നിർബന്ധിച്ച് കടലിൽ കിടക്കും. കാരണം പറഞ്ഞല്ലോ ഉമർ റളിയല്ലാഹു അൻഹു വരെ കടലിൽ പേടിയായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല സഹാബത്തിനും പേടിയുണ്ടാവും. അപ്പോൾ ആരും നിർബന്ധിച്ചിട്ട്, കാരണം ഇസ്ലാമിൽ യുദ്ധം നിർബന്ധമാണ്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നിർബന്ധമുള്ളത്. പക്ഷേ ഇതിനെന്ത് ചെയ്യാൻ ആരും നിർബന്ധിക്കരുത്. പൂർണ്ണ സമ്മതത്തോടെ സ്വയം മനസ്സാലെ വരുന്നവരെ മാത്രം കൂട്ടിയിട്ട് സൈന്യം ഉണ്ടാക്കുക. അത് മാത്രമല്ല, ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഭാര്യ ഫാഹിദ റളിയല്ലാഹു അൻഹ അവരെയും കൂട്ടണം എന്നുള്ളൊരു നിയമം കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു പൂർണ്ണ സമ്മതത്തോടെ വരുന്നവരെയും അതേപോലെ നിങ്ങളെ കുടുംബവും എന്ത് ചെയ്യണം, ആ കപ്പലിൽ വേണം. കാരണം എന്താണ്, മറ്റുള്ളവർക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് ചെയ്യും, മുആവിയ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയും ഈ റോമാക്കാർ പഴയ കാലത്ത് ഈജിപ്തിൻ്റെയും സിറിയൻ്റെ ഭാഗങ്ങളൊക്കെ ആക്രമിച്ച് ഒഴിവാക്കിയിട്ടുള്ള പഴയ കപ്പലുകൾ, പിന്നെ പുതിയ കുറച്ച് കപ്പലുകളൊക്കെ എന്ത് ചെയ്തു, അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തൊരു നാവികസേന ഉണ്ടാക്കുകയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പോൾ എന്ത് ചെയ്തു, അവരത് ഉണ്ടാക്കുകയും അങ്ങനെ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, അവർ നേരെ കടലിൽ കടന്നിട്ട് എന്ത് ചെയ്യാണ്, സൈപ്രസ് അല്ലെങ്കിൽ ഖുബ്രുസ് എന്ന് പറയുന്ന ആ ഒരു നാട് ആക്രമിക്കുകയാണ്. ആ ഒരു ആക്രമണത്തെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ചൊന്നും കൂടുതൽ വലിയ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ കടൽ കടന്ന് യുദ്ധം ചെയ്ത അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഖലീലത്തിൻ ഖനായിമും എന്ന് പറഞ്ഞ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിൻ്റെ റിപ്പോർട്ടിൽ അവർക്ക് ഗനീമത്ത് കുറവായിരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്ത് കൊടുക്കുമെന്നും കൂടിയുണ്ട്. അതായത് ബുഖാരിയിൽ മുസ്ലിമിലും ഇല്ലാത്തൊരു എക്സ്ട്രാ സാധനം. അതായത് റസൂലുള്ളാഹിൻ്റെ ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ യുദ്ധത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. ഏതായാലും അവരെന്ത് ചെയ്തു, അവിടെ ഇറങ്ങുകയും അവരെന്ത് ചെയ്തു, ആ ഒരു നാട് ആക്രമിക്കുകയും വലിയ അധികം ചെയ്യാതെ തന്നെ എന്ത് ചെയ്തു, ആ ഒരു ദ്വീപ് രാജ്യം എന്ത് ചെയ്തു, ഇസ്ലാമിൻ്റെ അണ്ടറിലേക്ക് വരികയും അങ്ങനെ അവിടുത്തെ ആൾക്കാർ അവരെന്ത് കോംപ്രമൈസിന് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തു, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു 72,000, ചില രൂപത്തിൽ 72,000 ദിനാർ എല്ലാ വർഷവും എന്ത് ചെയ്യുക, മുസ്ലിം അങ്ങോട്ട് സിറിയയിലേക്ക് അയക്കുക. അതേപോലെ തന്നെ ഇനി മുതൽ റോമാക്കാരെന്ത് ചെയ്യുക, യുദ്ധത്തിന് വരുമ്പോൾ അവരെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ല. അതേപോലെ തന്നെ അവർ വരുന്നത് എന്ത് ചെയ്യണം, മുൻകൂട്ടി നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം എന്നുള്ളൊക്കെ കുറച്ച് ഡിമാൻഡുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടുന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഈ ഉമ്മു ഹറം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സന്തോഷവാർത്ത നിങ്ങളെ ആ കൂട്ടത്തിലുണ്ടാവും, ആ സൈന്യത്തിലുണ്ടാവും. അപ്പോൾ ആ ഒരു സൈന്യത്തിൽ നമുക്കറിയാം സ്ത്രീകൾ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവരുടെ ഭർത്താവായിരുന്ന ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ആ ഒരു സൈന്യത്തിൽ, അപ്പോൾ ഇവരെയും കൂട്ടിയിരുന്നു എന്നാണ് ആ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത്. അതേപോലെ തന്നെ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു, അബൂദർദാ റളിയല്ലാഹു അൻഹു, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള സഹാബത്തൊക്കെ എന്തുണ്ടായിരുന്നു, ആ ഒരു സൈന്യത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മുഹറം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ അവർ യുദ്ധത്തിന് പോവുകയും ചില ഭാഗത്ത് കാണാം അവർ കപ്പലിലിരുന്നു, അവർ പോയി എന്ത് ചെയ്തു, ആ ഒരു നാടൊക്കെ കീഴടക്കി. അങ്ങനെ അത് കാണാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്തു, അവരെ ആ ഒരു കുതിരൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും അങ്ങനെ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ആദ്യത്തെ കടൽ കടന്ന യുദ്ധത്തിൽ ഞാൻ റസൂലുള്ളാഹിനെ ഫിയും ഞാൻ അതിലുണ്ടായിക്കോട്ടെ ജയിലുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ അവരെന്ത് ചെയ്തു, രണ്ട് അഭിപ്രായമാണ്. ഒന്ന്, ആ സൈപ്രസിൽ തന്നെ മരിച്ചു, അവിടെ ഒരു പള്ളിയും ഒരു മക്ബറയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അതല്ല, അവർ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാണ്, ഷാമിലാണ് അവർ മരിച്ചത്. ഏതായാലും ആ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ വഫാത്താകുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാറത്ത് നൽകിയ അങ്ങനെ എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം എന്ത് ചെയ്യും, കടൽ കടന്ന് യുദ്ധം ചെയ്യും, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതേപോലെ ഈ മുഹറം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ അതിലുണ്ടാവും, ഇവർക്ക് കുറച്ച് ഗനീമത്തെ ലഭിക്കുള്ളൂ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് വന്നിട്ടുള്ള ഗസ്വത്ത് ഖുബ്രുസ് എന്ന് പറയുന്ന മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു നയിച്ച, അതേപോലെ ആ ഒരു സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ കപ്പലിൻ്റെ കാര്യങ്ങളൊക്കെ ചുമതല ഉണ്ടായിരുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖൈസൽ ഹാരിഥി റളിയല്ലാഹു അൻഹു, അങ്ങനെയാണ് അവരുടെ പേര്. അവരാണ് ആദ്യത്തെ നാവികസേന ക്യാപ്റ്റൻ. മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു മൊത്തത്തിൽ ചുമതല, പക്ഷേ ഇവർക്കായിരുന്നു കപ്പലിൻ്റെയും ആ സൈന്യത്തിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ അതാണ് ഇസ്ലാമിലെ ആദ്യമായിട്ട് സഹാബത്തെല്ലാവരോടും കപ്പലിൽ കയറി നടത്തിയിട്ടുള്ള യുദ്ധമെന്ന് പറയുന്നത്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ പോരാളികളായിരുന്നു. പക്ഷേ കടൽ കടന്നിട്ടുള്ള എക്സ്പീരിയൻസ് അധികം പേർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിലെ കടലിൽ കടന്നുള്ള നാവികസേനയും കാര്യങ്ങളൊക്കെ രൂപാന്തരപ്പെടുന്നത്.